ഹലോ. ചെമ്പരത്തി മരം അങ്ങ് വലുതായി പോയി കേട്ടോ, നല്ല ഉയരത്തിലായി പോയി. അപ്പോൾ ചെമ്പരത്തി പൂവൊന്നും ഇങ്ങനെ ഫ്രഷായിട്ട് പറിച്ചെടുക്കാനൊന്നും പറ്റില്ല, കൊഴിഞ്ഞു വീഴുന്നത് കിട്ടും. എന്തിനാന്ന് വെച്ചാൽ എണ്ണ കാച്ചാനാണ്. അപ്പോൾ ഇതുപോലെ കറ്റാർവാഴ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, ചകിരിയൊക്കെ ഇട്ട് കൊടുത്തതായിരുന്നു, തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നൊരു കറ്റാർവാഴയിൽ നിന്ന് അതിൻ്റെ അത് മൊത്തം പറിച്ചെടുത്തു. പിന്നെ കറിവേപ്പ് മരം നമ്മുടെ വീട്ടിൽ നല്ലോണം വലുതായിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിനിങ്ങനെ കറുത്ത കുത്തെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ തണ്ടോടെ പൊട്ടിച്ചെടുക്കാറ് കേട്ടോ ചെയ്യാറ്. ഈ കറിവേപ്പ് മരത്തിന് പിന്നെ എന്താ പറയുക, അതിന് താഴെ തന്നെ ഇപ്പോൾ നിറയെ കുഞ്ഞു കുഞ്ഞ് കറിവേപ്പ് തൈകൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ വേരിലൂടെ ഇങ്ങനെ കിളിർത്ത് വരുന്നതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ധാരാളം, ഇപ്പോൾ ഇനി ഇതും കൂടെ വലുതായി കഴിഞ്ഞാൽ ധാരാളം കറിവേപ്പ് മരം ഉണ്ടാവും. അപ്പം ഞാനിതെല്ലാം എടുക്കുന്നത് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഓരോന്നും ഞാൻ എടുക്കുന്ന ഓരോ ഐറ്റം സംഭവങ്ങളും നമുക്ക് മുടിക്ക് നല്ല കരുത്തും അകാലനര തടയുന്നതും മുടിയുടെ എന്താ പറയുക, മുടി കൊഴിച്ചിൽ മാറ്റാനൊക്കെ ബെറ്ററായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. തുളസിയാണ് ഞാൻ എടുക്കുന്നത്. മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു തുളസി. എനിക്കിവിടെ എപ്പോഴും തുളസി തൈകൾ ഉണ്ടാവും കേട്ടോ മുറ്റത്ത്. ഇതിൻ്റെ വിത്ത് വീണിട്ട് തന്നെ ആണെന്ന് തോന്നുന്നു പിന്നെയും നിറയെ തുളസി ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാ ചെമ്പരത്തി. പിന്നെ നെല്ലിക്ക ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു 10-20 എണ്ണം അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് മുറിച്ച് വെച്ചു. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇലകളെല്ലാം തണ്ടിൽ നിന്ന് ഊരി മാറ്റി, എന്നിട്ട് മൊത്തം ഞാനിങ്ങനെ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെമ്പരത്തിയും നെല്ലിക്കയും പിന്നെ കറ്റാർ വാഴയും കൂടെ, അപ്പോഴേക്കും മിക്സി ജാറ് ഫുള്ളായി മിക്സിയുടെ. പിന്നെ ഞാൻ ആദ്യം ഒന്ന് ക്രഷ് ചെയ്ത് നോക്കി, പക്ഷേ അത് തിരിയുന്നൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, വെള്ളം ഒഴിച്ചിട്ടില്ല, വെളിച്ചെണ്ണയാണ് ചേർത്ത്. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി. ഇത് നോക്കി, ആ ചെമ്പരത്തിയുടെ ആ ഒരു റെഡ് കളറാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ അതിന് ശേഷം ബാക്കി ഇലകളും കറ്റാർവാഴയും എല്ലാം കൂടെ ചേർത്ത് വീണ്ടും വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് നല്ല പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം രണ്ടും കൂടെ നന്നായിട്ടൊരു വലിയൊരു പാത്രം തന്നെ എടുത്തു. ഞാൻ നോൺ സ്റ്റിക്ക് തന്നെ എടുത്തു കേട്ടോ, കാരണം ഇനി അടി പിടിക്കുക എന്തായാലും ചെയ്യുമെന്ന് വെച്ചിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ വലിയൊരു പാത്രമാണ് എടുത്തത്. നമ്മൾ ബിരിയാണി പോട്ട് പോലത്തെ ഒരു പാത്രം, ബിരിയാണി പോട്ട് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ എള്ളെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. എള്ളെണ്ണയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്താണ് ഞാനിതിൽ ചേർക്കുന്നത്. എള്ളെണ്ണ നമ്മൾ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. വീട്ടിൽ എള്ള ഉണക്കി മില്ലിൽ കൊടുത്തിട്ട് കിട്ടിയ എണ്ണയാണ്. അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ഈ കഴിഞ്ഞ സമ്മർ വെക്കേഷന് ലീവൊക്കെ ആയപ്പോൾ ഇങ്ങനെ ചെയ്തതായിരുന്നു. ഞാനിപ്പോൾ ഓണം വെക്കേഷൻ ആണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഹെയർ കെയറൊക്കെ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഹെയർ നമുക്ക് ഈ ജോലിക്ക് ഓടുന്ന സമയത്തെ നമുക്കതൊന്നും ശ്രദ്ധിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. അപ്പോൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി ഹെയറൊക്കെ ശ്രദ്ധിച്ച് പോവാമെന്നൊക്കെ വെച്ചിട്ട് നല്ലൊരു എണ്ണ ഉണ്ടാക്കാമെന്ന് വെച്ച് ഒരുങ്ങിയതാണ്. അപ്പോൾ ഇത് ഞാൻ സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇന്നത് നന്നായിട്ട് തിളച്ച് പിന്നെ ഈ ഒരു ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഈ ചണ്ടിയായിട്ട് വരുന്ന സംഭവം, അത് നല്ലോണം ഇങ്ങനെ മൊരിഞ്ഞ പോലെ ആവണം. അതുവരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ പാകമാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഈ ഒരു പതഞ്ഞ് വരുന്നതൊക്കെ കുറഞ്ഞ് പോകണം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു, കൂടുതൽ കരിയാൻ പാടില്ല, അങ്ങനെ ആയി കഴിഞ്ഞാൽ കേടാണ് എന്നാണ് പറയാറ്. അപ്പോൾ അത് കൂടുതൽ കരിയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് നോക്കും, എന്നിട്ട് ജസ്റ്റ് അതൊന്ന് എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കും ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇപ്പോഴും അതിങ്ങനെ ചപ്പി പോകുന്നുണ്ട്. ഇങ്ങനെ ചപ്പി പോവില്ല, ശരിക്കും ഇങ്ങനെ കരുകരുപ്പായിട്ടിരിക്കും. അങ്ങനെ പിന്നെ അത് ഏകദേശം പാകമായി. ഞാനത് ചൂടാറാൻ വെച്ചു. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്, കണ്ടോ, ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ടിങ്ങനെ നിൽക്കും ഇത്. അപ്പോൾ ഈ എണ്ണ ഗ്രീൻ കളറാണ് കേട്ടോ. ഇതിങ്ങനെ മൊത്തത്തിൽ നിൽക്കുമ്പോൾ ബ്ലാക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു ഗ്രീൻ കളറിലാണ് നമുക്ക് ഈ എണ്ണ കിട്ടുന്നത്. വളരെ നല്ലൊരു എണ്ണയാണ് തലയിലേക്ക് പുരട്ടാൻ. നമ്മൾ കുറച്ച് സമയം ഇത് തലയിൽ നന്നായിട്ട് പുരട്ടി മസാജ് ചെയ്ത് വെച്ച് അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിക്കുക. നമുക്ക് നല്ല ഉറക്കവും കിട്ടും കേട്ടോ, അത്രയും നല്ലതാണ്. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഗ്രീൻ മാറ്റിലൊക്കെ വെച്ച് വീഡിയോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. ഓക്കെ.